Welcome students. Today we are going to discuss about Taylor rule. It was created by John Taylor, an economist at Stanford University. And ഈ ടൈലർ റൂളിനെ പറ്റിയിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബുക്കായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേഴ്സസ് പോളിസി റൂൾസ് ഇൻ പ്രാക്ടീസ്. ഈ ബുക്ക് 1992 എഴുതിയതാണ്. അപ്പോൾ ആ ബുക്കിലാണ് ടൈലർ റൂളിനെ പറ്റി സജസ്റ്റ് ചെയ്യുന്നത്. സോ ടൈലർ റൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർകാസ്റ്റിംഗ് മോഡൽ. എന്താണ് ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റിംഗ് മീൻസ് വി എസ്റ്റിമേറ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് സംതിങ്. സോ ഇവിടെ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ്. സോ അതുകൊണ്ട് തന്നെ ടൈലർ റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർകാസ്റ്റിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡിസൈൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർകാസ്റ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ ദിസ് പ്രിൻസിപ്പിൾ ക്യാൻ ബേസിക്കലി യൂസ് ടു മാനേജ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഈ ഹോൾ മോഡൽ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ദിസ് മോഡൽ ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ സെൻട്രൽ ബാങ്ക് ഫിക്സ് ഇൻട്രസ്റ്റ് റേറ്റ് അക്കോർഡിംഗ് ടു എക്കണോമിക് കണ്ടീഷൻസ് വിച്ച് ഈസ് എക്സിസ്റ്റിംഗ് ഇറ്റ്. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് നിലവിലുള്ള എക്കണോമിക് കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഇൻഫ്ലേഷൻ ആയാലും ഡീഫ്ലേഷൻ ആയാലും ഈ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ മോഡലിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണുള്ളത്. ഹി സജസ്റ്റ് ഫസ്റ്റ് വൺ ഈസ് Federal Bank should raise their interest rate when actual inflation rate exceeds targeted inflation rate or GDP growth rate exceeds its potential growth. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഫെഡറൽ ബാങ്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ. ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ നിലവിലെ ഇൻഫ്ലേഷൻ റേറ്റ് ഉയരുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് ശരിക്കും നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് റേറ്റ് ഉണ്ടാകും. ആ ഗ്രോത്തിനേക്കാളും ആക്ച്വൽ നിലവിലുള്ള ഗ്രോത്ത് റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, സോ രണ്ട് സിറ്റുവേഷൻ, ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കൂടുതൽ ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുകയാണെങ്കിലും അതുപോലെ തന്നെ ജി ഡി പി അതിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് റേസ് ചെയ്യണം. സോ ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? നമ്മൾ ഫെഡറൽ ബാങ്ക് ഇൻട്രസ്റ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സോ ആൾക്കാർ ലോൺ എടുക്കുന്നതും അതിൽ നിന്ന് ലോൺ പേ ചെയ്യുന്നതും ഇതെല്ലാം കുറയും. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ റിട്ടേൺ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. സോ ആ സാഹചര്യത്തിൽ ആ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഗ്രോത്ത് കൂടി നിൽക്കുന്ന ആ രണ്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ലോൺ എടുക്കലും ഇതെല്ലാം തന്നെ കുറയ്ക്കുകയും മണി സപ്ലൈ, അതായത് ജനറൽ പ്രൈസ് ലെവൽ കണ്ടിന്യൂസ് ആയി റേസ് ചെയ്ത് നിൽക്കുന്ന ആ അവസ്ഥ ഇല്ലാതാക്കാനും പറ്റും. സോ അതുകൊണ്ടാണ് ടൈലർ റൂൾ പ്രകാരം ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഫെഡറൽ ബാങ്ക് മീൻസ് സെൻട്രൽ ബാങ്ക് സിസ്റ്റം. സോ അത് ഇൻട്രസ്റ്റ് റേറ്റ് റേസ് ചെയ്യണമെന്ന് പറയുന്നത്. സെക്കൻഡ് സജസ്റ്റ് ചെയ്ത മെത്തേഡാണ് ഫെഡറൽ ബാങ്ക് ഷുഡ് റെഡ്യൂസസ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ് ഇഫ് ഇൻഫ്ലേഷൻ ബിലോ ദ ടാർഗറ്റഡ് ലെവൽ ഓർ ജി ഡി പി ഗ്രോത്ത് ഈസ് ബിലോ ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണിത്. നമ്മുടെ ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും നിലവിലെ ഇൻഫ്ലേഷൻ റേറ്റ് ബിലോയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ജി ഡി പിനേക്കാളും കുറവാണ് നിലവിലത്തെ ഗ്രോത്ത് എന്ന് വെച്ചാൽ, ഈ രണ്ട് സാഹചര്യത്തിലും ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്യണം? അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ലോൺ പർച്ചേസ് ചെയ്യും. ആ ലോൺ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലോൺ എടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് കൂടുതൽ പ്രൊഡക്ഷനും ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് അങ്ങനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സോ എക്കോണമിയിലുള്ള എല്ലാ ഫാക്ടേഴ്സും റൈസ് ആവുകയും ചെയ്യും. സോ ഈ ഫസ്റ്റ് ഹൈലി ഇൻഫ്ലേഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് സെൻട്രൽ ബാങ്ക്. ആൻഡ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡീഫ്ലേഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ എക്കോണമി ഡിപ്രിസിയേഷൻ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന സ്റ്റേജാണ്. ആ സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യാനാണ് ടൈലർ റൂൾ സജസ്റ്റ് ചെയ്യുന്നത്. And he assumes that Federal Reserve determine the future interest rate based on the rational expectation theory of macroeconomics.
ആൻഡ് ഇറ്റ് ഈസ് ബാക്ക്വേർഡ് ലുക്കിംഗ് മോഡൽ. റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറീനെ അദ്ദേഹം ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് മോഡലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം, അസ്യൂം ചെയ്യുന്നത് പ്രകാരം, ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, എക്കോണമിയിലുള്ള ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറീൻ്റെ ബേസിസിലാണ്. സോ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? ബാക്ക്വേർഡ് ലുക്കിംഗ് മോഡലാണ്. എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് workers, consumers, firms have a positive expectation towards the future economy, then there is no need for interest rate adjustment. So that's why he called rational expectation theory as a backward looking model. എന്താണ് ഫസ്റ്റ് പോയിന്റ്? നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്ത് റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറി പ്രകാരമാണ്, അത് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണെന്ന് പറഞ്ഞു. അതെന്താണെന്നാൽ കൺസ്യൂമറും ഫേമും വർക്കേഴ്സും ഒരുപോലെ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനാണുള്ളത് അക്കോർഡിംഗ് ടു റാഷണൽ എക്സ്പെക്റ്റേഷൻ. അങ്ങനെ ആ പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ ഫ്യൂച്ചർ എക്കോണമിയോട് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ആവശ്യമില്ല. സോ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറിയിൽ ഉണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഡ്രോബാക്ക് കവറപ്പ് ചെയ്യുന്നത് പോലെയാണ് ജോൺ ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറിയുടെ ബാക്ക്ഡ്രോപ്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് കവറപ്പ് ചെയ്യുന്നത് ഈ ടൈലർ റൂൾ വഴിയാണ്. സോ അതുകൊണ്ട് തന്നെ ടൈലർ റൂൾ ഡസ് നോട്ട് അക്കൗണ്ട് ദ ലോങ് ടേം എക്കണോമിക് ആസ്പെക്ട്സ്. നമ്മുടെ എക്കോണമിയിലുള്ള എക്കണോമിക് ആസ്പെക്ട്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ അങ്ങനത്തെ ഒരു ഫാക്ടേഴ്സും തന്നെ ലോങ് ടേമിൽ അദ്ദേഹം ലോങ് ടേമിൽ ഈ എക്കണോമിക് ആസ്പെക്ട്സ് ഒന്നും കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം അക്കൗണ്ടിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ടൈലർ റൂൾ ക്യാൻ യൂസ് നോട്ട് ഓൺലി ഇൻ എസ്റ്റിമേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, ഗ്രോത്ത് റേറ്റ്, ബട്ട് ഇറ്റ് ഓൾസോ ഗൈഡ് ഫോർ മോണിറ്ററിങ് മണി സപ്ലൈ. എന്താണ് ഈ ടൈലർ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും ഗ്രോത്ത് റേറ്റും ഇൻഫ്ലേഷൻ മാത്രം എസ്റ്റിമേറ്റ് ചെയ്യാനോ ഫോർകാസ്റ്റ് ചെയ്യാനോ മാത്രം പറ്റുന്നതല്ല, പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള മണി സപ്ലൈനെ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും ഈ ടൈലർ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഇൻഫ്ലേഷൻ കൂടുതലാണ് അല്ലെങ്കിൽ ഗ്രോത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വരുത്തും. സോ ആ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ മണി സപ്ലൈനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഈ മെത്തേഡ് നമുക്ക് ഈ 3 ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഗ്രോത്ത് റേറ്റ് മാത്രമല്ല നമുക്ക് മണി സപ്ലൈനെയും ഗൈഡ് ചെയ്യാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ടൈലർ റൂൾ ഹാവ് 3 പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈലർ റൂളിൽ 3 പ്രൊഡക്റ്റുകളാണുള്ളത് അല്ലെങ്കിൽ 3 നമ്പേഴ്സാണുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് മീൻസ് GDP. സോ ഈ 3 പ്രൊഡക്റ്റുകളാണ് ഇതിലുള്ളത്. സോ ഈ 3 പ്രൊഡക്റ്റും ഒരു ഇക്വിലിബ്രിയം റേറ്റിലാണുള്ളത് അല്ലെങ്കിൽ പ്രോപ്പർ ബാലൻസിലാണ് ഉള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Monetary Authority can forecast its interest rate when these products are in equilibrium or proper balance. So interest rate, inflation rate and growth rate are based on an equilibrium rate to grow as a proper balance for an interest rate forecasting by Monetary Authority. And according to Taylor rule, the difference between nominal interest rate and റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഇൻഫ്ലേഷൻ. നമ്മുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് അറിയാം. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അക്കൗണ്ട് ഫോർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻഫ്ലേഷൻ എന്ന് പറയാം. സോ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻഫ്ലേഷൻ. പക്ഷേ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരിക്കലും ഈ ഇൻഫ്ലേഷനെ കൺസിഡർ ചെയ്യുന്നില്ല. സോ ആ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മളുടെ നിലവിലെ ഇൻഫ്ലേഷൻ സിറ്റുവേഷനെ കൺസിഡർ ചെയ്യുന്നില്ല. ഫസ്റ്റ് തൊട്ട് പറയാം, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും റിയൽ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻഫ്ലേഷൻ. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ടുള്ളത്, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല. സോ നമുക്ക് ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇഫ് വി വാണ്ട് ടു കമ്പയർ ദ റേറ്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് എത്രത്തോളം ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടായി എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ വൺ മസ്റ്റ് ലുക്ക് അറ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡ്രൈവ് ഇറ്റ്. അതായത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടത് അനിവാര്യമാണ്. സോ അതിന് ഉദാഹരണമാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്.
CPI എന്ന് പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കുന്നത് അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്യുന്നതിൻ്റെ വഴി നമുക്ക് നിലവിലെ ഇൻഫ്ലേഷൻ റേറ്റ് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ്. സോ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഡിറ്റർമൈൻ ചെയ്യാനും പറ്റും. ഇത് ടൈലർ റൂളിൻ്റെ ഇക്വേഷൻ I is equal to R star plus PI plus 0.5 bracket PI minus PI star into, that means bracket close, plus 0.5 bracket Y minus Y star. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പല ടെക്സ്റ്റുകളിലും അല്ലെങ്കിൽ പല നെറ്റ്വർക്ക് ആയാലും വെബ്സൈറ്റിലായാലും പല രീതിയിലാണ് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഏകദേശം എല്ലാത്തിൻ്റെയും കോർ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. സോ ഇവിടെ I എന്ന് പറയുന്നത് നോമിനൽ ഫെഡ് ഫണ്ട്സ് റേറ്റ് ആണ്. അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നോമിനൽ ഫെഡ് ഫണ്ട് റേറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഈ I അപ്പോൾ എന്താണ്? നോമിനൽ ഫെഡ് ഫണ്ട്സ് റേറ്റ് ആണ്. R സ്റ്റാർ എന്ന് പറയുന്നത് റിയൽ ഫെഡ് ഫണ്ട്സ് റേറ്റ്. യൂഷ്വലി ഇറ്റ്സ് ടേക്ക് ആസ് 2%. അതുകൊണ്ടാണ് 2% എന്ന് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി അതാണ് ആ ലെവലാണ് എടുക്കുന്നത്. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് വൺ PI ആണ്, അതാണ് ഇൻഫ്ലേഷൻ റേറ്റ്. PI സ്റ്റാർ എന്ന് പറയുന്നത് ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. സോ ആ മിസ്റ്റേക്ക് ഒന്നുകൂടി കറക്റ്റ് ചെയ്യുക. PI എന്ന് പറയുന്നതാണ് ഇൻഫ്ലേഷൻ റേറ്റ്, PI സ്റ്റാർ എന്ന് പറയുന്നത് ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. Y മീൻസ് ലോഗരിതം ഓഫ് റിയൽ ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് GDP ഗ്രോത്ത്. Y സ്റ്റാർ എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് GDP ഗ്രോത്ത് റേറ്റിൻ്റെ പൊട്ടൻഷ്യൽ ലെവലിനെയാണ് Y സ്റ്റാർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. I is equal to R star plus PI plus 0.5 bracket PI minus PI star plus 0.5 into Y minus Y star. ഇതിൽ PI മൈനസ് PI സ്റ്റാർ എന്ന് പറയുന്നത് നിലവിലുള്ള ഇൻഫ്ലേഷൻ റേറ്റും ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദ സെയിം തന്നെ Y മൈനസ് Y സ്റ്റാർ എന്ന് പറയുന്നത് റിയൽ ഔട്ട്പുട്ടും പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസാണ്. സോ ഇതിലുള്ള ചേഞ്ചസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫെഡറൽ ഫണ്ട് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഈ ഇൻഫ്ലേഷൻ റേറ്റ്, ഗ്രോത്ത് റേറ്റ് ആൻഡ് ഇതിലൊക്കെ ഉണ്ടാകുന്ന ഡിഫറൻസസ് ഇല്ലെങ്കിൽ ഗ്യാപ്പിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. For this formula can use to determine whether the rate of interest should rise or not according with economic conditions. എന്താണ് നമ്മുടെ എക്കണോമിയിലുള്ള കണ്ടീഷൻസ്? ഇറ്റ് ക്യാൻ ബി either ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ, ഓർ ഇറ്റ് ക്യാൻ ബി either depreciation or depression or expansionary phase. So this formula can be used in any stage to determine its or to forecast its interest rate. According to this rule, so നമ്മൾ ഈ ഫോർമുല വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ central bank should increase short term interest rate when inflation rate exceeds the target inflation rate or the anticipated GDP rate of growth exceeds its potential. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സെയിം തന്നെയാണ് ഈ റൂൾ പ്രകാരം. ഈ I എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഒന്നില്ലെങ്കിൽ ഷോർട്ട് ടേമിൽ ഇൻക്രീസ് ചെയ്യും. I മീൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും. എപ്പോഴൊക്കെയാണ്? ഇൻഫ്ലേഷൻ റേറ്റ് ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കൂടുതലാവുകയോ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ GDPനേക്കാളും ആൻറ്റിസിപ്പേറ്റഡ് GDP കൂടുകയാണെന്നുണ്ടെങ്കിലോ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യും ഈ ഫോർമുല പ്രകാരം. അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് ഇൻഫ്ലേഷൻ റേറ്റും അതുപോലെ തന്നെ GDP ഗ്രോത്ത് റേറ്റും അതിൻ്റെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനേക്കാളും ബിലോ ആണെന്നുണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ ലെവലിനേക്കാളും ബിലോ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് വഴി വീണ്ടും മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയും ആൻഡ് മണി സപ്ലൈ അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് എടുത്തുമ്പോൾ കൂടുതൽ ലോൺ എടുക്കുന്നു, അതുവഴി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ഷൻ നടത്തി എക്കോണമിയിലുള്ള മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. സോ ഒന്നില്ലെങ്കിൽ റൈസ് ചെയ്യും ഇല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ്.
അത് ആ ഇൻഫ്ലേഷൻ്റെയും ഗ്രോത്ത് റേറ്റിൻ്റെയും ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ അതിലുള്ള ഗ്യാപ്പിൻ്റെ ബേസിസിലായിരിക്കും ഇങ്ങനത്തെ ചേഞ്ചസ് വരുത്തുക. സോ ഇത്രയാണ് ടൈലർ റൂൾ എന്ന് പറയുന്നത്. ടൈലർ റൂൾ എന്നാണ് പഠിച്ചു, ഏത് ബുക്കിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർകാസ്റ്റിംഗ് മോഡൽ. സോ ഇറ്റ് യൂസ്ഡ് ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് it does not account the long-term economic aspects. And the difference between nominal interest rate and real interest rate is inflation, and the rate of inflation is calculated by or comparing by consumer price index. This is equation, and